മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇതുപോരായേ 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 നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. പുൽത്തൊഴുത്തിൽ തന്നെ അവൻ ജനിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്. വഴിയമ്പലത്ത് സ്ഥലമില്ലായകയാൽ അവനെ പുൽത്തൊഴുത്തിൽ കിടത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ വി ഡു നോട്ട് നോ വേർ ജീസസ് വാസ് ബോൺ. ജനിക്കാൻ ഒരു പുൽത്തൊഴുത്ത് പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ താഴേക്ക് താഴേക്ക് താഴേക്ക്, അവിടെയാണ് കെനോസിസ്, എംപ്റ്റീഡ് എന്ന് പറയുന്ന വാക്കിന്റെ പ്രസക്തി. ജീസസ് എംപ്റ്റീഡ് ഹിംസെൽഫ്. യേശുവിനെ പോലെ താഴ്മ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് നമ്മളെ തന്നെ ശൂന്യരാക്കാനാണ്. നമ്മളെ തന്നെ ഉയർത്തുവാനല്ല, ശൂന്യരാക്കുവാനാണ്. ആ ശൂന്യതയാണ് വാസ്തവത്തിൽ മഹത്വം എന്ന് പറയുന്നത്. എത്രത്തോളം നമുക്ക് നമ്മളെ തന്നെ ശൂന്യരാക്കാൻ കഴിയുമോ അത്രത്തോളം ശൂന്യതയിലേക്ക് വരാനായിരിക്കണം നമ്മൾ പരിശ്രമിക്കേണ്ടത്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്നറിയാമോ, ഇവിടെ തന്നെ നമ്മൾ എത്രയും കൂടുതൽ ഉയരാനാണ് നോക്കുന്നത്. കർത്താവ് തന്നെ തന്നെ താഴ്ത്തി താഴ്ത്തി താഴ്ത്തി. ഫിലിപ്പിയർ നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അവൻ താഴ്ത്തി 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 താഴോട്ട് വന്നു, അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി. നമ്മൾ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ അവിടെ കർത്താവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിന്റെ 12-ാമത്തെ വാക്യത്തിലുണ്ട്. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. അതിനോട് ചേർന്ന് അതിന് മുമ്പായിട്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ ആരും ടൈറ്റിൽസിന്റെ പുറകെ പോകരുതെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ റബി എന്ന പേരെടുക്കരുത്, പിതാവ് എന്ന പേരെടുക്കരുത്, നായകൻ എന്ന പേരെടുക്കരുത്. ഇന്നത്തെ ഒരു വലിയ ഇഷ്യൂ ആണ് എന്ത്? വി ഓൾവേസ് സ്പീക്ക് അബൌട്ട് ടൈറ്റിൽസ്. ടൈറ്റിൽസ്, റെവറന്റ്, ഡോക്ടർ, this and that and a lot of things. അല്ലേ? അത് ഇല്ലെങ്കിൽ, അത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ഈ വാലില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് പല ആളുകൾ. അല്ലേ? ഇതൊരു എക്സ്ട്രാ ബേർഡൻ അല്ലേ? isn't it? It's an extra burden. അത് വല്ലതും പഠിച്ചിട്ടോ വല്ലതും ആണെങ്കിൽ വേണ്ടിയല്ല. ചുമ്മാ 10,000, 1,500, 2,000 ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എവിടെന്നെങ്കിലും ഒരു ഡോയും കൊണ്ട് വെച്ചോണ്ട് നടക്കുകയാണ്. വെച്ചാൽ തന്നെ ഇപ്പൊ ഉള്ളവർക്ക് കൂടെ നാണം കേടാ. ഇവിടെ ഉള്ള പല ആളുകളുണ്ട്, അവർക്ക് കൂടെ ഇത് വെക്കുമ്പോഴത്തേക്ക് ആൾക്കാർക്കൊരു സംശയം ഉണ്ടായിട്ടാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ജെനുവിനായിട്ടുള്ളവർക്ക് പോലും എന്താ ഇത് വെക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജാണ് വന്നിരിക്കുന്നത്. കാര്യം ആർക്കും ചുമ്മാ എന്തോരം കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുക. ടൈറ്റിൽസ്. പക്ഷേ ജീസസ് വാസ് നെവർ. ഡു യു തിങ്ക് ദാറ്റ് സംബഡി കോൾ ഹിം ഡോക്ടർ ജീസസ്? യേശുവിനെ ഡോക്ടർ ജീസസ് നോ, റെവറന്റ് ജീസസ് ക്രൈസ്റ്റ് ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹി വാസ് ജസ്റ്റ് സിംപ്ലി ജീസസ്. വാസ് സിംപ്ലി ജീസസ്. പക്ഷേ യേശുവിന്റെ ശിഷ്യന്മാർക്കെല്ലാം എന്ത് വേണം? അവർക്ക് റെവറന്റും ഡോക്ടറും മറ്റേത് മറിച്ചും എല്ലാം വേണം. വൈ വി ആർ ആഫ്റ്റർ ദീസ് ടൈറ്റിൽസ്? നമുക്ക് ഉയരാനുള്ള മോഹം കൊണ്ടാണ്. ഗോഡ് വാണ്ട്സ് us to humble ourselves. നമ്മളെ തന്നെ താഴോട്ട് കൊണ്ടുവരുന്നതായ ഒരു അവസ്ഥയാണ് വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹി വാസ് എ സെർവന്റ്. യേശു കർത്താവ് ഒരു സെർവന്റ് ആയിരുന്നു. ഇനി നമ്മൾ പെട്ടെന്ന് യേശു കർത്താവിന്റെ സെർവന്റ്ഹുഡിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കുകയാണ്. യേശു ജീവിച്ച പോലെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അവനെ പോലെ ഒരു സെർവന്റ് ആവുക എന്നുള്ളതാണ്. അവനെ പോലെ ഒരു ദാസൻ. ലോകത്തിന്റെ മുഴുവൻ ചിന്തകളെയും തിരിച്ചു മറിച്ച ഒരു കൺസെപ്റ്റാണ് യേശു കർത്താവ് കൊണ്ടുവരുന്നത്. അന്ന് വരെ ലോകത്തിൽ ഒരു നായകനും സെർവന്റ് ആകാൻ ആഗ്രഹിച്ചില്ല. എല്ലാവരും എന്താകാനേ ആഗ്രഹിച്ചുള്ളൂ? രാജാവാകുവാൻ, നേതാവാകുവാൻ, ഉയരുവാൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. ബട്ട് ജീസസ് വാസ് എ സെർവന്റ് ആൻഡ് ഹി വാസ് എ സെർവന്റ് കിങ്. അവൻ രാജാവാണ്, പക്ഷെ അവൻ ദാസനാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തൊട്ട് പറയുന്നത്, ദൈവരാജ്യത്തിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ലോകത്തിന്റെ എല്ലാ സിസ്റ്റത്തിൽ നിന്ന് ഡിഫറെന്റ് ആണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവരാജ്യത്തിന്റെ ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്നത്. ലോകത്തിൽ എന്താണ് വലുത് അതൊന്നും ദൈവത്തിന്റെ രാജ്യത്തിൽ വലുതല്ലെന്ന് തന്നെയല്ല, അത് അപമാനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വാട്ട് ഈസ് ഗ്രേറ്റ് ഇൻ ദി സൈറ്റ് ഓഫ് മാൻ ഈസ് ആൻ അബോമിനേഷൻ ഇൻ ദി ഐസ് ഓഫ് ഗാഡ്.
മനുഷ്യന്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠമായത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അറപ്പാകുന്നു. അതുകൊണ്ട് തങ്ങളെ തന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന ഇന്നത്തെ സഭാ നേതൃത്വത്തിന്റെ ആളുകളോട് ഞാൻ തീർത്തു പറയട്ടെ, യു ആർ നോട്ട് ഫോളോയിങ് ജീസസ്. നിങ്ങൾ യേശുവിന്റെ പിന്നാലെ അല്ല, നിങ്ങൾ യേശു ജീവിച്ചതുപോലെ അല്ല ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ലോകത്തിന്റെ നേതാക്കന്മാരെ പോലെ ആകുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് യേശു എന്താ ചെയ്തത്? ജോൺ ചാപ്റ്റർ 13 വേഴ്സ് 12 ഓൺവേഴ്സ് അവിടെ വായിക്കുമ്പോഴത്തേക്ക് അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നതെന്ന് അറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു, ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. കർത്താവ് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് അവന്റെ കഷ്ടത ഒരു എക്സാമ്പിൾ ആണെന്ന് പീറ്റർ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാനായിട്ട് ഞാൻ തന്നിരിക്കുന്ന കൃത്യമായ ദൃഷ്ടാന്തം എന്താണ്? അത് മറ്റൊന്നുമല്ല, എന്ത്? ദാസ്യ അനുഭവമാണ്. നമ്മൾ 13-ാം അധ്യായത്തിൽ അതിന്റെ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വേഴ്സ് 4 ഓൺവേഴ്സ് നമ്മൾ വായിക്കുമ്പോൾ, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച്, യേശു എന്ത് ചെയ്യാണ്? യേശു അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി. നോക്കുക, ഒരിക്കലും ഒരു നോർമൽ ജീവ് ചെയ്യാത്ത കാര്യമാണ് അത് വാസ്തവത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വീട്ടില് അതിഥികളെ വിളിച്ച് ഒരു വിരുന്ന് നടത്തുകയാണെങ്കിൽ നോർമലി അവരുടെ കാൽ കഴുകുന്ന ശുശ്രൂഷ ചെയ്യുന്നത് ആ വീട്ടിലെ അടിമകളാണ്, കാൽ കഴുകുന്ന ശുശ്രൂഷ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ എന്താണ്? യേശു അത്താഴത്തിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് യേശു എന്ത് ചെയ്യുന്നു? അരയിലൊരു തോർത്തെടുത്ത് ചുറ്റി, എന്നിട്ട് അവരുടെ കാൽ കഴുകി അവരുടെ കാല് തുടയ്ക്കാനായിട്ട് തുടങ്ങി. സോ അതിനു മുമ്പ് മറ്റ് സുവിശേഷങ്ങളിലൊക്കെ ഈ ഭാഗം വിവരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് തങ്ങളിൽ ആര് വലിയവനെന്ന് ഇവരെല്ലാം കൂടെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും നമ്മൾ കാണുന്നത്. Everybody, all his disciples were looking for a throne. അവരെല്ലാവരും ഒരു സിംഹാസനം കിട്ടുന്നതിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സിംഹാസനം കിട്ടാൻ എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ all these people were fighting for a throne and Jesus was fighting for a towel. എല്ലാവരും സിംഹാസനത്തിന് വേണ്ടി കടിപിടി കൂടാൻ തുടങ്ങിയപ്പോൾ യേശു പോയി ആർക്കും കൊടുക്കാതെ പെട്ടെന്ന് എന്തോ പോയി എടുത്തു, പെട്ടെന്ന് ഒരു തോർത്തെടുത്ത്, മീൻസ് വേറെ ആരെങ്കിലും വരുന്നതിന് മുമ്പേ അവൻ എന്ത് ചെയ്തു? ആ തോർത്തെടുത്ത് ശുശ്രൂഷിക്കുവാനായിട്ട് തുടങ്ങി. ഈസ് എൻ എക്സാമ്പിൾ. അവൻ നമുക്ക് തന്നിരിക്കുന്ന വലിയ ഒരു മാതൃകയാണ് അവന്റെ ദാസ്യ അനുഭവം എന്ന് പറയുന്നത്. ഹി വാസ് എ സെർവന്റ്. ഭൂമിയിലുള്ള മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ ചിന്തിക്കുന്നത് പോലെ അല്ല അവിടെ കാര്യങ്ങൾ കർത്താവ് കാണുന്നത്. മറ്റുള്ളവരുടെ ഇടയിൽ നടക്കുന്നത് പോലെ അല്ല സുവിശേഷത്തിൽ അല്ലെങ്കിൽ ദൈവികതയിൽ കാര്യങ്ങൾ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ള ആളുകളുടെ ഇടയിൽ വലിയ വലിയ ആളുകൾ ആകുന്നത് അവരെ ഭരിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ ഇവിടെ നായകൻ, ഗുരു, അവനാണ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തോർത്തെടുത്തുകൊണ്ട് പോകുന്നത്. മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത് സെബദി മക്കളുടെ മാതാവ്, യാക്കോബിന്റെ യോഹന്നാൻ മാതാവ് വന്നിട്ട് കർത്താവിനോട് ഒരു അപേക്ഷ നടത്തുകയാണ്. എന്താണ് അപേക്ഷ? നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോഴത്തേക്ക് നിന്റെ ഇടത്തുവശത്ത്, നിന്റെ സിംഹാസനത്തിന്റെ ഇടത്തുവശത്ത് എന്റെ ഒരു മകനും വലത്തുവശത്ത് ഒരു മകനും ഇരിക്കണം, 2 സിംഹാസനങ്ങൾ. കർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ എന്താ ചോദിക്കുന്നത് എന്ന് നിനക്ക് അറിയാമോ? 22-ാം വാക്യത്തിൽ അതിനുത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയുമെന്നവർ പറഞ്ഞു. അപ്പൊ കർത്താവ് ചോദിക്കുകയാണ്, കർത്താവ് പറയുന്നത്, നിങ്ങൾ പറഞ്ഞല്ലോ എന്റെ സിംഹാസനത്തിന്റെ 2 ഭാഗത്തിരിക്കാനായിട്ട് അനുവാദം വേണമെന്ന്. പക്ഷെ എന്തോ നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ശരിക്കും അറിഞ്ഞിട്ടില്ല. അതെന്ത് ഇത്ര വലിയ മിസ്റ്ററി എന്താ അതിനകത്തിരിക്കുന്നത്? പക്ഷെ യേശുവിന്റെ മനസ്സിലിരിക്കുന്നത് എന്നറിയാമോ? ഞാനൊരു വലിയ സിംഹാസനത്തിലേക്ക് പോകുകയാണ്. ഏതാണെന്നറിയാമോ? ഇറ്റ് ഈസ് ദ ക്രോസ്. ഞാൻ ക്രൂശിലേക്ക് പോകുകയാണ്. അതിന്റെ ഇടത്തും വലത്തും സ്ഥലം വേണമെന്നാണ് കർത്താവ് ചോദിക്കുന്നത്. നിങ്ങൾ എന്താ ചോദിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, യേശുവിനെ സംബന്ധിച്ചിടത്തോളം ക്രോസ് വാസ് എ ക്രൗൺ. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇന്നലെ വായിച്ച ഭാഗമുണ്ടല്ലോ, ഗ്രീക്കുകാരായ യവനായന്മാരായ ആളുകൾ യേശുവിനെ കാണാനായിട്ട് വന്നപ്പോൾ ലാസറിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചത് കൊണ്ടാണ് അവർ വരുന്നത്. പക്ഷെ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക
വന്നിരിക്കുന്നു. ഇപ്പൊ എന്താ തേജസ് കണ്ണ് നടക്കാൻ പോകുക? എങ്ങനെയാണ്? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കുന്നു. മരിക്കുന്നതാണ് തേജസ് എന്നുള്ളത് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറയാണ്, എന്റെ സിംഹാസനം എന്ന് പറയുന്നത് ഞാൻ പോകുന്ന സ്ഥലമാണ്. എന്ത്? ഐ എം ഗോയിങ് ടു ദ ക്രോസ്. നമ്മൾ മിക്ക സമയത്തും എന്താണ്, ക്രൂശ് എന്ന് പറയുന്നത് കിരീടത്തിലേക്കുള്ള വഴിയാണ് എന്ന് പഠിപ്പിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥ ക്രിസ്ത്യാനിത്വം പഠിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രോസ് ഇറ്റ്സെൽഫ് ഈസ് എ ക്രൗൺ. മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് വി ബിലീവ് ദാറ്റ് ക്രോസ് ഈസ് എ വേ ഫോർ ദ ക്രൗൺ. കിരീടത്തിലേക്കുള്ള ഒരു വഴിയാണ് ക്രൂശ് എന്നാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ യേശുവിന്റെ മനസ്സിൽ ക്രൂശ് തന്നെയായിരുന്നു കിരീടം. അവൻ അതിനകത്ത് തന്നെ മഹത്വം കണ്ടെത്തിയവനാണ്. കർത്താവ് അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുമോ? അവർ പറഞ്ഞു യെസ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ കുടിക്കും നിശ്ചയം, പക്ഷെ ഇപ്പോഴില്ല എന്നാ പറയുന്നത്. എങ്കിലും എന്റെ വലത്തും ഇടത്തുമുള്ള ഇരിക്കാൻ വരം നൽകുന്നത് എന്റേതല്ല, അത് ആർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു അവർക്ക് കിട്ടും. ക്രൂശിക്കപ്പെടാൻ നേരം യോഹന്നാൻ താഴെ കൊണ്ടായിരുന്നു. പക്ഷെ ക്രൂശ് അവൻ ചൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള നിലയിലേക്ക് അവൻ വളർന്നില്ല. അതിനോട് ചേർന്ന് 24-ാമത്തെ വാക്യത്തിൽ ആ ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. 2 പേരുടെയും തെറ്റൊന്നു തന്നെയാണ്. 2 പേര് 2 കൂട്ടരുടെയും തെറ്റൊന്നു തന്നെയാണ്. ആദ്യത്തെ 2 പേര് സെബദി മക്കൾ വന്നിട്ട് ഇടത്തും വലത്തും ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് അധികാരമോഹം ഉണ്ടെന്ന് വെച്ചു. ഇടത്തും വലത്തും ഇരിക്കണമെന്ന് പറഞ്ഞവരോട് എന്തിനാ ഇവര് നീരസപ്പെട്ടത്? അപ്പൊ അവർക്കും എന്തോ ഉണ്ട്, അധികാരമോഹമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മിക്കപ്പോഴും ചിന്തിക്കുന്നത് ഇപ്പം ഇതേപോലെ തന്നെയാണ്. യേശു കർത്താവിന്റെ അടുത്ത് ധനികനായ യുവാവ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ വളരെ സമ്പത്തുള്ളവരാകൊണ്ട് ദുഃഖിച്ച് മടങ്ങിപ്പോയി. അപ്പൊ നമ്മൾ കണ്ടോ, ദ്രവ്യാഗ്രഹി. അല്ലെങ്കിൽ ഈ കാശുള്ളവന്മാരെല്ലാം അങ്ങനെയാണ്, ദ്രവ്യാഗ്രഹികളാ. കണ്ടോ, യേശുവിനെ അനുഗമിക്കാൻ അവനെ കൊണ്ടൊന്നും പറ്റിയില്ല. കണ്ടോ, ദ്രവ്യാഗ്രഹി. ഉടനെ പത്രോസ് ചോദിക്കുക, കർത്താവേ, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്തോ കിട്ടും. പത്രോസും ദ്രവ്യാഗ്രഹിയാ. ഉള്ളവന് കളയാൻ മടി, ഇല്ലാത്തവന് കിട്ടാൻ മോഹം. രണ്ടും ഒരേ തെറ്റ് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് കാശുകാർക്കേ ഉള്ളു ദ്രവ്യാഗ്രഹമെന്ന്. അല്ല, കാശില്ലാത്തവനും ദ്രവ്യാഗ്രഹമുണ്ട്. ഇതേപോലെ തന്നെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം വേണമെന്ന് ചോദിച്ചവനും തെറ്റുകാരനാണ്. സിംഹാസനത്തിൽ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചതിന് നീരസപ്പെട്ട ബാക്കിയുള്ള 10 പേരും എന്താണ്? ഒരേപോലെ തന്നെ അധികാരമോഹികളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. യേശുവോ അവരെ അടുക്ക വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നുവെന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. കർത്തൃത്വം നടത്തുന്ന ആളുകളാണ് ജാതികളിൽ അധിപന്മാർ എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ സിസ്റ്റമാണ് അധികാരികൾ വലിയ ആളുകളാകുന്നത്. പക്ഷെ ദൈവത്തിന്റെ സിസ്റ്റം നേരെ വിപരീതമാണെന്ന് കർത്താവ് പറയുന്നത്. ദൈവരാജ്യത്തിൽ അധികാരിയല്ല വലിയവൻ, ദാസനാണ് വലിയവൻ. അതുകൊണ്ട് നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസൻ ആകണം. അതാണ് യേശു കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. അതാണ് യേശു കർത്താവ് പ്രാക്ടീസ് ചെയ്തത്. അതാണ് യേശു കർത്താവ് നമുക്ക് മാതൃക തന്നത്. ഹി ബിക്കെയിം എ സെർവന്റ്. നിങ്ങളിൽ ഒന്നാമൻ ആകുവാൻ ഇച്ഛിക്കുന്നവൻ. ഇഫ് യു വാണ്ട് ടു ബി ഗ്രേറ്റ് in the kingdom of God, you need to be the servant of all. ദൈവത്തിന്റെ ദാസനാകണമെന്നല്ല എഴുതിയിരിക്കുന്നത്. എന്താണ്? എല്ലാവരുടെയും ദാസൻ. ഞാൻ ഒരിക്കലും ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിന് ക്ലാസ് എടുത്ത കൂട്ടത്തിൽ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുവിനെ കർത്താവെന്നും ഞങ്ങളോ നിങ്ങളുടെ ദാസന്മാർ അത്രേ എന്നും അത്രേ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപദേശിമാർ എന്നെ വിടത്തില്ല. സാജു എന്താ പറയുന്നത്? നമ്മൾ നവന്മാരുടെ ദാസന്മാരാണോ? നമ്മൾ ദൈവദാസന്മാരില്ലയോ? അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവദാസനാകാൻ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. പക്ഷേ വേദോസം പഠിപ്പിക്കുന്നത് ദൈവദാസനായാൽ പോരാ, ആരുടെയും കൂടെ ദാസനാകണം, എല്ലാവരുടെയും ദാസനാകണം. ദാറ്റ്സ് വാട്ട് ജീസസ് ടാട്ട്. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് യു വാണ്ട് ടു ബി ഗ്രേറ്റ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്, യു നീഡ് ടു ബി ദ സെർവന്റ് ഓഫ് ഓൾ. കാരണം അവനാണ് ദൈവരാജ്യത്തിൽ വലിയവൻ, അവനാണ് ദൈവരാജ്യത്തിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നവൻ, അവനാണ് ദൈവരാജ്യത്തിൽ മുമ്പനായി തീരുന്നത്.
പ്രിയമുള്ളവരെ, നമ്മൾ പല സമയത്തും ഈ ലോകത്തിന്റെ സിസ്റ്റം സഭയിലേക്ക് കടത്തി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ അധികാര വടംവലികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അധികാരം പ്രാപിക്കാനുള്ള വലിയ മോഹം നമ്മളിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്നതിന്റെ കാരണം അതാണ്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ കഫർന്നഹൂമിൽ വന്ന ഒരു വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ വാദിച്ചതെന്ന് അവരോട് ചോദിച്ചു. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആർ എന്ന വഴിയിൽ വെച്ച് വാദിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു. ശിഷ്യന്മാരെല്ലാവരും കൂടെ എന്ത് ചെയ്യാണ്? തമ്മിൽ വാദിക്കുകയാണ്. ഞങ്ങളുടെ ഇടയിൽ ആരാടാ നമ്മൾ? പത്രോസാണോ വലുത്, അതോ യോഹന്നാനാണോ? ഓരോരുത്തർക്കും റീസൺ ഉണ്ട് ഓരോന്ന് പറയാനായിട്ട്. പത്രോസ് പറഞ്ഞു, ഞാനാ വലിയ ആള്, കാര്യം യേശു എനിക്ക് മീൻ തന്നത്, അല്ലെങ്കിൽ യേശു എന്നെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, യേശു അതാണ്. എല്ലാവർക്കും അവരോട് റീസൺസ് ഉണ്ട് ആരാണ് വലിയവൻ എന്നറിയാനായിട്ട്. ഓരോരുത്തരും അന്യോന്യം ബാധിച്ചുകൊണ്ടത്. യോഹന്നാൻ പറഞ്ഞു ഞാൻ അവന്റെ മാറോട് ചാരിയിരിക്കുന്നതെന്ന് അവൻ പറഞ്ഞു കാണും. അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി പീപ്പിൾ. ആൻഡ്രൂ പറഞ്ഞു കാണും, നീ അത്രയ്ക്കൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല പത്രോസേ, ഞാനല്ലോ നിന്നെ യേശുവിന്റെ അടുത്തോട്ട് കൊണ്ടുവന്നതെന്നായിരിക്കും ആൻഡ്രൂ പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ, എല്ലാവർക്കും ഓരോ റീസൺ കാണുമായിരിക്കും, ഇല്ലേ? പക്ഷേ ഇവിടെ ഇവർ അന്യോന്യം വാദിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ഇരുന്ന് 12 പേരെയും വിളിച്ചു, 12 പേരെയും വിളിച്ചു. ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷക്കാരനും ആകണം എന്ന് പറഞ്ഞു. നോക്കുക, കർത്താവ് പറയാണ്, ഇഫ് യു വാണ്ട് ടു ബി ഗ്രേറ്റ്, നിങ്ങൾക്കൊരാൾ, ഇഫ് യു വാണ്ട് ടു ബി ദ ഫസ്റ്റ്, നിങ്ങൾക്ക് മുമ്പനാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരിലും പിന്നാലെയാകണം. ആൻഡ് ഓൾസോ എല്ലാവരുടെയും ശുശ്രൂഷക്കാരനാകണം. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അതാണ് ദൈവത്തിന്റെ രാജ്യത്തിന്റെ സിസ്റ്റം. യേശു കർത്താവ് ഫോളോ ചെയ്ത രാജ്യത്തിന്റെ സിസ്റ്റം അതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അവിടെയും ഇതേപോലെ തന്നെ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ അവനോട് പറഞ്ഞത്, നിങ്ങളെ തന്നെ മനുഷ്യർക്ക് മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്രേ. മനുഷ്യരുടെ മുമ്പാകെ ഉന്നതമായത്, ലോകത്തിൽ വലുതെന്ന് പറയുന്നത്. ലോകത്തിന് ഇത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ആത്മകണ്ണുകൾ തുറക്കണം, അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല. അതാണ് ദൈവരാജ്യത്തിന്റെ പ്രത്യേകത, യേശുവിന്റെ പ്രത്യേകത. ജീസസ് വാസ് എ സെർവന്റ്. അവനൊരു സെർവന്റ് ആയിട്ടാണ്. യേശു ക്രിസ്തു ഒരു ദാസ്യാനുഭവം അവൻ പിൻപറ്റുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ദാസനെ കുറിച്ച് ചില ഭാഗങ്ങൾ എനിക്ക് വായിക്കണമെന്നും പഠിക്കണമെന്നും പറയണമെന്നും വലിയ ആഗ്രഹമുണ്ട്. ഞാൻ ഓടിച്ച് ചില കാര്യങ്ങൾ, ഈവൻ ഫ്രം ദി ഓൾഡ് ടെസ്റ്റമെന്റ്, ദാസ്യാനുഭവത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പറയുന്നതായ ഒരു കാര്യം യെശയ്യാവിന്റെ പ്രവചനം 42-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ പറയുന്നു, ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ അവൻ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും, ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയില്ല. അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ഞാൻ അത് ഡീറ്റെയിൽസ് പറയാനായിട്ട് എനിക്ക് സമയമില്ല. എന്നാലും ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഇറ്റ് സേസ് അബൌട്ട് ജീസസ്, യു നോ ദാറ്റ്. ഇത് യേശുവിനെ കുറിച്ച് പറയുന്നതാണ്. യേശുവിനെ കുറിച്ച് മാത്രമല്ല, ഇത് ഏത് ദാസനെ കുറിച്ചുമാണ് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പലപ്പോഴും പഴയ നിയമത്തിലെ പല വേദഭാഗങ്ങളും യേശുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. എന്നാൽ യേശുവിനെ കുറിച്ച് ഉള്ള പ്രവചനം ഉള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് മടക്കി വെക്കുകയാണ്, ഇത് ഒരു മശീഹൈക സങ്കീർത്തനം, പിന്നെ അതിനകത്തൊന്നും നമുക്കൊന്നുമില്ല. അങ്ങനല്ല. ഇതൊരു മശീഹൈക സങ്കീർത്തനമാണെങ്കിൽ യേശുവിന്റെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്ന വ്യക്തിക്കും അതെന്താണ്? ബാധകമാണ്. ഏതൊരു വ്യക്തിക്കും ബാധകമാണ്. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. മതിയാകുന്നില്ലേ ഈ സ്നേഹം, കൊതി തീരുന്നില്ലേ നിൻ സാമീപ്യം. ഇതുപോരായേ, 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 ഇതുപോരായേ നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ.
നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. അളവില്ലാതെന്നെയേറെ സ്നേഹിച്ചു നീ, ആത്മാവിനെ അധികമായി പകർന്നു നൽകി. ഇതിലും വലുതായി വേറെന്തുള്ളൂ, ഇതിലും വലുതായി വേറെന്തുള്ളൂ. ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം, ഈ ലോകെ ഞാനേറ്റം പ്രാപിച്ചിടാം. ഇതുപോരായേ, 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 ഇതുപോരായേ. നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേയ മാർവിൽ നിന്നും. പിരിയാനാകരുതേ ഈ ബന്ധം, മാറാനാകരുതേയ മാർവിൽ നിന്നും. പിരിയില്ലിനിയും മരണം വരെയും, പിരിയില്ലിനിയും മരണം വരെയും. മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും, മാറില്ലിനിയും ഞാൻ മാർവിൽ നിന്നും. ഇതുപോരായേ, 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 ഇതുപോരായേ. നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. നിന്നോടാണെനിക്കേറ്റം പ്രിയം പ്രിയനേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവന്റെ മൊഴികളെ. നിന്നോടാണെനിക്കേറ്റം പ്രിയം പ്രിയനേ, നിന്നിൽ ഞാൻ കാണുന്നു ജീവന്റെ മൊഴികളെ. നിന്നെ വിട്ടെങ്ങു ഞാനിനി പോകും പ്രിയനേ, നിന്നെ വിട്ടെങ്ങു ഞാനിനി പോകും പ്രിയനേ. നീയല്ലോ യേശുവേ എൻ ജീവന്റെ ജീവൻ, നീയല്ലോ യേശുവേ എൻ ജീവന്റെ ജീവൻ. ഇതുപോരായേ, 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 ഇതുപോരായേ. നിൻ സാമീപ്യം പോരായേ,
സാമീപ്യം